റഷ്യക്കെതിരായിട്ട് ഒരു ഭീകര സംഘടന ഭീഷണി മുഴക്കുക അത് അടുത്ത കാലത്ത് നമുക്ക് അത്ര ശീലമുള്ള ഒരു കാര്യമല്ല അല്ലെ, കേട്ട് ശീലമുള്ള ഒരു കാര്യമല്ല. പക്ഷേ റഷ്യയെ തീർത്ത് കളയാൻ മടിക്കില്ല എന്നിപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഗുർപന്ത്വങ് സിംഗ് എന്ന് പറയുന്ന സിഖ് ഭീകരവാദി. കാരണം മറ്റൊന്നുമല്ല, ഈ റഷ്യ ഇന്ത്യയെ നിരന്തരമായിട്ട് പിന്തുണയ്ക്കുന്നുവെന്നും റഷ്യൻ മാധ്യമങ്ങൾ, സ്പുട്നിക് അടക്കമുള്ള റഷ്യൻ മാധ്യമങ്ങൾ നിരന്തരമായി ഖാലിസ്ഥാനെ വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതുന്നുവെന്നും ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകുന്നു റഷ്യൻ ഭരണകൂടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പന്നു ഈ റഷ്യക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഡിപ്ലോമാറ്റുകളെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യും, റഷ്യയെ ടാർഗറ്റ് ചെയ്യാൻ ഞങ്ങൾ മടിക്കില്ല എന്നാണ് ഇപ്പോൾ ഈ പന്നുവിന്റെ ഭീഷണി വീഡിയോയിൽ പറയുന്നത്. നിരോധിത സംഘടനയായിട്ടുള്ള സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന സംഘടനയുടെ തലവനാണ് ഈ ഭീകരനായിട്ടുള്ള ഗുർപന്ത്വങ് സിംഗ് പന്നൂൻ എന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള റഷ്യൻ മിഷനുകളെ ആക്രമിക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട്. അത് ഓസ്ട്രേലിയയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും ന്യൂസിലാൻഡിലാണെങ്കിലും അതിന് ഞങ്ങൾക്ക് സാധിക്കും എന്നാണ് പന്നു പറയുന്നത്. ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിനെതിരെ തെറ്റായ പ്രചാരണം റഷ്യ നടത്തുന്നുവെന്നും മാധ്യമ സ്ഥാപനങ്ങളായിട്ടുള്ള RT ഇന്ത്യയും സ്പുട്നിക് ഇന്ത്യയും നിരന്തരം തങ്ങളുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നു എന്നുമൊക്കെയാണ് പന്നുൻ പറയുന്നത്. ഖാലിസ്ഥാനി ഭീകര പ്രവർത്തനങ്ങളെ കുറിച്ച് റഷ്യ ഇന്ത്യക്ക് രഹസ്യാന്വേഷണ വിവരങ്ങളും ഇപ്പോൾ കൈമാറുന്നുണ്ട് എന്നാണ് ഈ ഒരു ഭീകരവാദി ഇപ്പോൾ പറയുന്നത്. വടക്കേ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലെ റഷ്യൻ നയതന്ത്രജ്ഞരെയും റഷ്യൻ മിഷനുകളെയും ഖാലിസ്ഥാനി സിഖുകാർ ആക്രമിക്കുമെന്നുകൂടി പന്നുവിന്റെ ഭീഷണിയിൽ പറയുന്നുണ്ട്. ഈ ഖാലിസ്ഥാനി ഭീകരരുടെ വിവരങ്ങൾ സ്വായത്തമാക്കാൻ US ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വാത്രയെ റഷ്യൻ നയതന്ത്രജ്ഞരുമായും വടക്കേ അമേരിക്കയിലെ കോൺസുലേറ്റുമായും ഏകോപിപ്പിക്കുവാനുള്ള ചുമതല ഇന്ത്യ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പന്നു പറയുന്നത്. വടക്കേ അമേരിക്കയിലെയും യൂറോപ്യൻ യൂണിയനിലെയും ഖാലിസ്ഥാൻ അനുകൂല സിഖ് ആക്ടിവിസത്തെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളും ലോജിസ്റ്റിക്സും മോദി ഭരണകൂടവുമായി റഷ്യൻ ഏജൻസികൾ പങ്കിടാൻ തുടങ്ങിയെന്നും പന്നു പറയുന്നു. ഈ സാഹചര്യത്തിൽ ഖാലിസ്ഥാനികൾക്കെതിരെ ഇന്ത്യയുമായി സഹകരിക്കുന്നത് നിർത്തണമെന്നും അല്ലെങ്കിൽ ഖാലിസ്ഥാനികളുടെ ആക്രമണങ്ങളും പ്രതിഷേധങ്ങളും നേരിടേണ്ടി വരുമെന്നുമാണ് പന്നുവിന്റെ ഭീഷണി. ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വാത്രയും ഖാലിസ്ഥാനികളുടെ റഡാറിൽ ഉണ്ട് എന്നാണ് ഈ ഒരു ഭീകരവാദി പറയുന്നത്. ക്വാത്രയെ ഇന്ത്യ റഷ്യ ഭീകര ബന്ധത്തിന്റെ മുഖം എന്നാണ് പന്നു വിശേഷിപ്പിക്കുന്നത്. അതേസമയം പന്നുവിനെ വീണ്ടും പരിഹസിച്ചും വിമർശിച്ചും രംഗത്ത് വന്നിരിക്കുകയാണ് സ്പുട്നിക് ഇന്ത്യയും അതുപോലെ RT ഇന്ത്യയും. അപ്പോൾ ഇവിടെ ഇത്തരം ഒരു വിഷയത്തിനകത്ത് എങ്ങനെയാണ് പന്നുവിനെ പോലെ ഒരു ഭീകരവാദിക്ക് ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് അയാൾക്ക് സ്വതന്ത്രമായി US കാനഡയിലുമായി ജീവിക്കാൻ കഴിയുന്നത്? പന്നു എവിടെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ തേടുമ്പോൾ CIA അടുക്കളയിൽ തപ്പി നോക്കിയാൽ പന്നുവിനെ കിട്ടും. അതായത് നമ്മൾ ഈ അടുത്തിടെ ഒരു വാർത്ത നമ്മളൊക്കെ കേട്ടു. അതായത് ഇന്ത്യയുടെ ഒരു ഏജന്റ് വഴി പന്നുവിനെ കൊലപ്പെടുത്താൻ ഒരു ശ്രമം നടന്നു. ആ ശ്രമത്തെ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തുകയും ആ പന്നുവിനെ ആ ഒരു വധശ്രമത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു എന്ന്. അപ്പൊ ഇതിനകത്തുനിന്ന് ഒരു കാര്യം ഉറപ്പാണ്, പന്നു എവിടെ ഉണ്ടെന്ന് US അറിയാം, അവരുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കറിയാം. അപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള എവിടെയോ തന്നെയാണ് ഇയാളുള്ളത്. ഇയാളുടെ സംരക്ഷണം അമേരിക്കയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയുടെ ഒരു ഏജന്റ് ഇയാളെ വകവരുത്താൻ ശ്രമിക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഒരിക്കലും അയാളെ രക്ഷിക്കാൻ കഴിയില്ലല്ലോ. അയാളെ രക്ഷിക്കണമെങ്കിൽ അയാൾ എപ്പോഴും അമേരിക്കയുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു കണ്ണിന് മുമ്പിൽ തന്നെ ഉണ്ട്. അമേരിക്ക എപ്പോഴും ഇയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ വന്നാൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് അറിയാവുന്ന എവിടെയോ പന്നു ഉണ്ട്. പന്നു സ്വതന്ത്രമായിട്ട് ഇത്തരത്തിൽ വീഡിയോകൾ ചെയ്യുന്നു. ഇത് വെറും ഒരു വാർത്തയല്ല കേട്ടോ, പന്നുവിന്റെ വീഡിയോ ആണ്. ഇത് ആർക്കും ഒന്ന് ഓൺലൈനിൽ തപ്പി നോക്കിയാൽ കാണാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. നമുക്കത് സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇയാളുടെ വീഡിയോ ആർക്കും കണ്ട് ബോധ്യപ്പെടാം. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോകൾ നിരന്തരമായിട്ട് അത് എയർപോർട്ടുകളെ ആക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ത്യ ആക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം നിരന്തരമായിട്ട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ മറ്റൊരു രാജ്യത്തിന് നേരെ, അതും റഷ്യ. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അമേരിക്ക ഏറ്റവും അധികം അസ്വസ്ഥത പെടുന്നത് ഇന്ത്യ റഷ്യ ബന്ധത്തിലാണ്. പ്രത്യേകിച്ച് റഷ്യൻ മാധ്യമങ്ങളെ അടുത്തിടെ അമേരിക്ക നിരോധിച്ചിരുന്നു. അതിനകത്ത് നേരത്തെ പറഞ്ഞ സ്പുട്നിക് ഉണ്ട്, അതുപോലെ RT എന്ന് പറയുന്ന മാധ്യമമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് പക്ഷേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ മാധ്യമങ്ങൾ. ഇവരുടെ പ്രധാനപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യ വേർഷൻ
അതാണ് ഈ പറയുന്ന RT ഇന്ത്യ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സ്പുട്നിക് ഇന്ത്യ എന്നൊക്കെ പറയുന്നത്. സ്പുട്നിക് ഗ്ലോബൽ എന്ന് പറയുന്ന അവരുടെ മാധ്യമമൊക്കെ ഇന്ത്യയിൽ കിട്ടും. നമുക്ക് അവരുടെ എല്ലാ വെബ്സൈറ്റുകളും എല്ലാം നമുക്ക് ഇവിടെ ഇരുന്ന് പരിശോധിക്കാനും കാണാനും പറ്റും. കാരണം ഇന്ത്യയിൽ അതിന് നിരോധനമില്ല. പക്ഷേ US-ന്റെ സഖ്യരാജ്യങ്ങൾ പലതും ഇത് നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് US-ന്റെ ആവശ്യമാണ്. ഇന്ത്യയും എന്ത് ചെയ്യണം, ഇത്തരം മാധ്യമങ്ങളെയൊക്കെ നിരോധിക്കണമെന്ന്. അത്തരത്തിലുള്ള ഒരു പ്രഷറൊക്കെ അവർ ചെലുത്തി നോക്കി. പക്ഷെ നടക്കുന്നില്ല. കാരണം ഈ മാധ്യമങ്ങൾ സത്യം വിളിച്ചു പറയുകയാണ്. പല അജണ്ടകളും ഇവർ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒന്നും അജണ്ട ഇവിടെ നടക്കില്ല. അപ്പം ഇതൊരു വലിയ വിഷയമാണ്. ഈ പന്നു എങ്ങനെയാണ് ഇത്രയേറെ ഭീഷണികൾ മുഴക്കിയിട്ട് സ്വതന്ത്രനായിട്ട്, അമേരിക്കയുടെ ജയിലിൽ അയാൾ അകപ്പെടുന്നില്ല, അയാളെ അമേരിക്ക അറസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇന്ത്യക്കാർക്കെതിരെ വരെ അവിടെ കേസുണ്ട്, വാറന്റ് ഉണ്ട് എന്നൊക്കെയാണല്ലോ. പക്ഷെ പന്നുവിനെ പോലുള്ള ഒരു ഭീകരവാദിയെ അമേരിക്ക അറസ്റ്റ് ചെയ്യുന്നില്ല. അയാൾ സ്വതന്ത്രനായി നടന്നിട്ട് ഇപ്പോൾ റഷ്യ വരെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പൊ ഇയാളുടെ ഭീഷണിയുടെ ബലം എന്താണെന്ന് വെച്ചാൽ, ഇതിനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? റഷ്യയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ അത് സോവിയറ്റ് കാലം തൊട്ട് ഇങ്ങോട്ട് വിടമാട്ടെ എന്നുള്ളതാണ്. ഇപ്പൊ അയാള് വെറുതെ പോയി പുടിനെയും റഷ്യയും ചൊറിഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തന്നു. നേരത്തെ ചിലപ്പോൾ ഈ റഷ്യൻ ഏജൻസികൾ ഈ സിഖുകാരുടെ നീക്കങ്ങളെയൊക്കെ ചിലപ്പോൾ നിരീക്ഷിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇനി അവർ അതിനു വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇന്ത്യയുമായിട്ട് ഇക്കാര്യത്തിൽ കൂടുതൽ സഹകരിക്കും. കാരണം റഷ്യയുടെ ഡിപ്ലോമാറ്റുകളെയും റഷ്യൻ മിഷനുകളെയുമാണ് ഇവരിപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും റഷ്യ അത്രയും വിശാല മനസ്സൊന്നുള്ള രാജ്യമല്ല ഇത് ക്ഷമിക്കാൻ വേണ്ടിയിട്ട്. സോ ഈ സിഖ് ഭീകരവാദികളുടെ, അത് പന്നുവിന്റെ സംഘടന ഉൾപ്പെടെ ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് ഇനി ഉറപ്പായിട്ടും റഷ്യൻ ഏജൻസികൾ നിരീക്ഷിക്കും. പണി 8ന്റെ പണി കിട്ടും. അത് ഉറപ്പായി കഴിഞ്ഞു. കാരണം അനാവശ്യമായിട്ട് പോയി റഷ്യയെ കൂടെ ചൊറിഞ്ഞുകൊണ്ട് പന്നു കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരാണ്. പക്ഷെ ഇങ്ങനെ പറയാൻ പന്നുവിനുണ്ടായ പ്രേരണ, അല്ലെങ്കിൽ അതിൻ്റെ പന്നുവിന് പുറകിലുള്ള ആ ഒരു ശക്തി എന്തെന്ന് ചോദിച്ചാൽ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. കാരണം ഇന്ത്യയും റഷ്യയും വിമർശിക്കുകയാണെങ്കിൽ US ഹാപ്പിയാണ്. CIA-യും FBI-യും ഒക്കെ വേണ്ട എല്ലാ സഹായവും സപ്പോർട്ടും കൊടുക്കും. ഇതാണ് ഇതിന്റെ പിന്നിലെ കളികൾ എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.